അതിൽ ഞാൻ മനസ്സിലാക്കിയ നെട്ടിക്കുന്ന 2 കാര്യങ്ങൾ. ഹലോ എവരിവൺ, ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദുബായിലും അബുദാബിയിലും 250ഓളം പ്രവാസി സുഹൃത്തുക്കൾക്ക് മണി മാനേജ്മെൻറ്റ് നിക്ഷേപം ബന്ധപ്പെട്ട് ഞാൻ വർക്ക്ഷോപ്പ് നടത്തുകയുണ്ടായി. അതിൽ ഞാൻ മനസ്സിലാക്കിയ നെട്ടിക്കുന്ന 2 കാര്യങ്ങൾ. ഒട്ടുമിക്ക പ്രവാസികളും പാവങ്ങളാണ്. അവരൊരു ഗൾഫുകാരനാണ് എന്ന സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചിലവ് അവർക്കുണ്ട്. കാഴ്ചയിൽ നമ്മൾ വലിയ സംഭവമാണ് എന്ന് വിചാരിക്കുമെങ്കിലും ഉള്ളിലൊന്നും ഉണ്ടാകില്ല. ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും സേവിങ്സ് 0 ആണ്. അതുപോലെ തന്നെ ഭൂരിഭാഗം പേരും പല രീതിയിലും പറ്റിക്കപ്പെട്ടവരാണ്. ഇപ്പം ഞാൻ ക്ലാസ് നടത്തിയ സമയത്ത് ചോദിച്ചു എത്ര പേര് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ളത്. കൈ പൊക്കിയവരോടെല്ലാം ഏതെല്ലാം സ്കീമാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഓരോ ഇൻഷുറൻസ് പ്രൊഡക്റ്റിൻ്റെ പേരുകളാണ്. ബാങ്ക് പറഞ്ഞതിന് പുറത്താണ് അവർ പർച്ചേസ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ബാങ്ക് തന്നെയാണ് ഇവിടെ നമ്മളെ ചതിക്കുന്നത്. സോ പ്രിയപ്പെട്ട പ്രവാസികളെ, ഏറ്റവും നല്ലത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു സെബി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറെയാണ്. അതുമല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും അറ്റ്ലീസ്റ്റ് ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെങ്കിലും നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. ഒരു ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ ഇവർ നിങ്ങളെ സഹായിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.